ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ 12 സോഡിയാക് സൈന് ഏരീസ് മുതൽ പീസിസ് വരെ, അതുമല്ലെന്നൊരു മേടം മുതൽ മീനം വരെ. അപ്പം മേടം, ഇടവം, മിഥുനം, കർക്കടകം. അപ്പം സാധാരണ പറയുന്ന മാതിരിയുള്ള ഒരു പ്രഡിഷനല്ല ഇത്. ജനിച്ചത് ഓരോ ആൾക്കാരും ഓരോ സോഡിയാക് സൈൻ ജനിക്കുമല്ലോ. അപ്പോൾ ആ ജനിക്കുന്നതിൻ്റെ അനുസരിച്ച് അപ്പോൾ അത് നമ്മൾ ജനിച്ച ആ ഒരു മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ട മാസം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഏരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 മാർച്ച് മുതൽ 19 ഏപ്രിൽ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഓരോ രാശിക്കാരുടെ അപ്പം മേടൻ രാശി, അപ്പോൾ ആ ഒരു രാശിയും അല്ലെന്നൊരു ഡേറ്റ് ഉൾപ്പെടെ പറയാം ഏരീസ്. അപ്പം ഇത് രണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആ ഒരു രീതി വെച്ച് വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ കണക്കൂട്ടേണ്ടത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള ആ ഒരു സോഡിയാക് സൈനിനെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പം മനസ്സിലായും. മേടം എന്ന് പറയുമ്പോൾ അതും അല്ലെന്നൊരു ഡേറ്റ്, ഈ ഒരു ഡേറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ആൾക്കാരുടെ പ്രഡിഷൻ ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഓരോ നാളുകാരുടെയും സെപ്പറേറ്റ്, അതായത് വെറും സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനകത്ത് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ഇവിടെ കവർ ചെയ്തു പോകുന്നു. അത് മെയിനെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, അതുപോലെ വർക്ക്, ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാകും. ചില ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാകാത്ത ചില ആൾക്കാർ പറയുന്നുണ്ട് മലയാളം പ്ലീസ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ 5 സ്റ്റാർ നോക്കിക്കോണം. അതിനകത്ത് ഇപ്പോൾ സപ്പോസ് 3 സ്റ്റാറേ ഉള്ളെന്ന് വെച്ചു. ആ 3 സ്റ്റാർ ഉള്ളെന്ന് വരിൽ 5 അപ്പം നമുക്കൊരു 60% എന്ന് വിചാരിക്കാം. 1 സ്റ്റാറേ ഉള്ളെന്നൊരു 20%, 2 സ്റ്റാറേ ഉള്ളെന്നൊരു 40%, 3 സ്റ്റാറേ ഉള്ള 60%, 60%. അപ്പോൾ ആ ഒരു രീതി വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതേമാതിരി ട്രാവലിൻ്റെ ഒന്ന് എടുത്തു. ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ 5 സ്റ്റാറിനകത്ത് ഇപ്പം 4 സ്റ്റാർ ഉണ്ടെന്ന് സപ്പോസ് വെച്ചു. 4 സ്റ്റാർ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ 4 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 80% നിങ്ങൾക്ക് ട്രാവൽ യാത്രയുമായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ട്രാവൽ എന്ന് പറഞ്ഞാൽ അതുപോലെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ അല്ലെങ്കിൽ ജോലിക്ക് എത്ര % ചാൻസ് ഉണ്ട്, അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ജോലിപരമായിട്ടുള്ള ഈ ഒരു സ്റ്റാർ നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുപോലെ ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 സ്റ്റാർ ഉള്ളവർക്ക് 100% ലക്കായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള ടൈമായിരിക്കും, ഭാഗ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് മാസം ഇതേമാതിരിയുള്ള രീതിയിൽ നോക്കാം. അതേമാതിരി ഭാഗ്യം കൂടാതെ റിലേഷൻഷിപ്പ് അല്ലെന്നൊരു എന്തെങ്കിലും ലവ് പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത, അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് വരിയിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ നോക്കണം. അപ്പം നിങ്ങൾ ചിലപ്പം ദാമ്പത്യപരമായിട്ട് ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അല്ലെ അവർ മാനസികമായിട്ടുള്ള ഇങ്ങനൊരു അടുപ്പം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ ആംഗിളിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ചിലപ്പം അല്ലാതെ ചില പെൺകുട്ടികളുമായിട്ട് ചില പ്രണയത്തിലോ അങ്ങനെ ഏർപ്പെടുന്നതോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്ത് കൺസിഡർ ചെയ്യാം. അതുപോലെ ഫൈനാൻസ്, സാമ്പത്തികമായിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികം. അപ്പം ഈ സാമ്പത്തികത്തിനകത്ത് ഇപ്പം 3 സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു. 3 സ്റ്റാർ ഉണ്ടെന്ന് വരെ നമുക്ക് ഒരു 60% നമുക്ക് ഫേവറബിൾ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. അതല്ല ഇപ്പം അതിനകത്ത് ഇപ്പം 4 സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു. 4 സ്റ്റാർ ഉണ്ടെന്ന് വരിയിൽ ഇതിനകത്ത് 80% നമുക്ക് അനുകൂലമാണ്. അല്ലെ 5 സ്റ്റാർ ഉണ്ടെന്ന് വരിയിൽ 100% നമുക്ക് ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഇതിനകത്ത് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെന്നൊരു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണോ പ്രതികൂലമായിട്ടുള്ള സമയമാണോ ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ സ്റ്റാറിനെ പറ്റിയും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ഇതിന് നമുക്ക് എല്ലാ മാസവും ഈ മന്ത്ലി പ്രഡിഷൻസ് കാണും. ഇത് കൂടാതെ ശുക്രൻ്റെ ഒക്കെ കാണും. ശുക്രൻ്റെ നമ്മൾ പറയുമ്പോൾ ശുക്രൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. കാരണം ശുക്രൻ വേറൊരു ആംഗിളിലുള്ള ഒരു ഇതാണ് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ മന്ത്ലി പ്രഡിക്ഷനകത്ത് ആവറേജ് പല കാര്യങ്ങളോട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കപ്പം താല്പര്യമുള്ള ഒരാൾക്കാരാണെന്ന് വരില്ല കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാരണം മലയാളത്തിൽ തന്നെ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെന്നൊരു ഒറ്റ ലൈക്ക് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞെക്കിക്കഴിയുമ്പോൾ അതിനടിയിൽ കാണും ഹൈപ്പ്.
അപ്പം ഈ ഹൈപ്പ് എന്താണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ ഒരാൾക്കാർക്ക് ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യം വരെ ഹൈപ്പ് ചെയ്യാം. അതിനകത്ത് നമുക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്കിപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ഇങ്ങനെയുള്ള സൈറ്റിലല്ല ചാനലിൽ നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നമ്മൾ ടെക്നിക്കലി കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഇത്ര മലയാളത്തിലെ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത്ര ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങൾ അപഗ്രഥിച്ച് നമ്മുടെ പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നല്ല ടെക്നിക്കലി ഡേറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നൊരു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് അടിയിൽ എഴുതിയിട്ടുണ്ട് astroguru.com www.astroguru.com. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞാലും ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം എല്ലാ മാസവും ഒരു 15 ദിവസത്തേക്ക് മുമ്പ്, പ്രീവിയസ് മന്ത് 15 ദിവസത്തേക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ആവറേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ഡേറ്റ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ മാസവും അതുകൊണ്ട് ആ ബേസിക് ആയിട്ടുള്ള ഒന്ന് ചെയ്തെടുക്കാനുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം ഡേറ്റ എല്ലാം റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും വരുന്ന മാസങ്ങളിൽ ഇതേമാതിരിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കാണുക. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇതേമാതിരിയുള്ള ഇത് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും. കാരണം സാധാരണ ഒരു ചാനലിൽ പറയുന്ന മാതിരിയല്ല, സിമ്പിൾ ലൈക്ക് എന്താ പറയുന്നത്, ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊന്നും നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഇതിപ്പം നമുക്ക് ഏരീസ് എന്ന് പറഞ്ഞാൽ 21 മാർച്ച് മുതൽ 19 ഏപ്രിൽ വരെയാണ് ഈ ഏരീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മേടൻ രാശി. അപ്പോൾ മേടൻ രാശി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്, ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് 3 സ്റ്റാറാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതേമാതിരി പിന്നെ ട്രാവൽ, അതായത് യാത്ര ചെയ്യാനുള്ളിടത്ത് 4 സ്റ്റാർ. അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. അതേമാതിരി നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ റൊമാൻസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ 2 സ്റ്റാറാണ്. അതുപോലെ ഫൈനാൻസ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് 3 സ്റ്റാർ. അതുപോലെ സ്റ്റഡി, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ 4 സ്റ്റാർ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഹയർ സ്റ്റാർ ഈസ് ബെറ്റർ റിസൾട്ട് തരുമെന്നുള്ളത്. അപ്പം നമുക്ക് ഈ സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ പ്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ക്യാൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കർക്കടകൻ രാശിയാണ്. അപ്പോൾ കർക്കടകൻ രാശി എന്ന് പറഞ്ഞാൽ 21 തീയതി മുതൽ ജൂൺ മുതൽ 22 തീയതി ജൂലൈ, ഈ ബിറ്റ്വീൻ ഈ ഒരു മാസത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലമാണ് ഈ പറയുന്നത്. സാധാരണ നമ്മൾ രാശി വെച്ച ഫലം പറയും. ആ രാശി വെച്ച ഫലമല്ല ഇത്, മന്തിൻ്റേത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാസത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് ഈ ഒരു അതിൻ്റെ മലയാള മാസം കൂടെ കവറാകുന്ന രീതിയിലുള്ള ഒരു പ്രഡിക്ഷനാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമാണ്. 4 പ്രാവശ്യമാണ് സ്റ്റാർ ഇട്ടേക്കുന്നത്. അത് ടോട്ടൽ 5ആണ്. 5 എന്ന് പറഞ്ഞാൽ 100%. ഇപ്പോൾ 80% ഹെൽത്ത് അനുകൂലമാണ്. ട്രാവൽ, യാത്ര അത്ര ഫേവറബിൾ അല്ല, പോസിറ്റീവ് അല്ല, കാരണം 2 സ്റ്റാറേ ഉള്ളൂ. അതുപോലെ വർക്കിൻ്റെ കാര്യത്തിൽ 60% ഉണ്ട്. അപ്പോൾ വർക്ക് കുഴപ്പമില്ല. ലക്ക്, ഭാഗ്യം വളരെ കടാക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ കാരണം ഇവിടെ ലക്ക് 4 സ്റ്റാറുണ്ട്. അപ്പോൾ 80% ആണ്. അപ്പം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക്, അപ്പം ഇങ്ങനെ പ്രണയിക്കുന്നതൊക്കെ ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഫൈനാൻസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാറാണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാറാണ്. അപ്പോൾ അതും അനുകൂലമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ബാക്കി പറയുന്നില്ല. ഫോക്കസ് ഓൺ ഇമോഷൻ, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതോ അല്ലെ ഫാമിലിപരമായിട്ടുള്ളതോ പേഴ്സണലായിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ഫാമിലിപരമായിട്ടും വല്ല ഇമോഷൻ, നല്ല എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനെ അല്ലെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സങ്കടങ്ങളെ അങ്ങനെയൊക്കെ ഉള്ളതിനെ ഒന്ന് ഇതാക്കി നിർത്താനുള്ള രീതിയിലൊന്ന് നോക്കുക. അങ്ങനെ പിന്നെ സെൻസിറ്റീവ്, അതായത് പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടിരിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത ചെറിയ ടെൻഷന് കാര്യങ്ങളെ, പ്രത്യേകിച്ച് ഈ രാശി ചക്രത്തിൻ്റെ രാശിയിലെ ഈ സോഡിയാക് സൈനിലെ ഈ ഗ്രഹങ്ങൾ മാറുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ ഒക്കെ കണക്ടിവിറ്റി ഉണ്ട് ഈ ഒരു രാശിക്കാർക്ക്.
അപ്പം ഇവരെയൊക്കെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ ചന്ദ്രനാണ് ഇവരുടെ നക്ഷത്രാധിപൻ. ഇമോഷണലി ഈ ഒരു പറഞ്ഞ രീതിയിലുള്ള സെൻസിറ്റീവ് ആകാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയ ഒരു ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ മാനസികമായിട്ടുള്ള ഒരു അപ്സെറ്റ് ആകാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മൈൻഡിനെ നല്ല കാമായിട്ട് വെക്കാനുള്ള ശ്രദ്ധിക്കുക. പിന്നെ വർക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ഭാരം, ജോബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അഡീഷണലായിട്ടുള്ള ബേർഡൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്നൊരിൽ നമ്മുടെ റെഗുലറായിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ കോൺസെൻട്രേഷനും കൂടെ നല്ല പോസിറ്റീവ് റിസൾട്ട് വരുമെന്ന് മനസ്സിലാക്കുക. അപ്പം അതും ഏകദേശം ഓക്കെയാണ്. അപ്പോൾ അതാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ 60% അതിനകത്ത് നമുക്കെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുക. അപ്പം അതും നമുക്ക് കുഴപ്പമില്ല. പിന്നെ വർക്ക് പ്ലേസ് പൊളിറ്റിക്സ്, നമുക്ക് ആ ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ നമ്മുടെ മേളിലുള്ള ആൾക്കാരുമായിട്ട് അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ് അല്ലെന്ന രീതിയിൽ പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഹയർ ഒഫീഷ്യൽസിൻ്റെ എന്തെങ്കിലും നീരസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോബ് ചെയ്യുന്ന അവരുടെ മാനേജേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഫൈനാൻഷ്യൽ സിറ്റുവേഷന് സ്റ്റേബിൾ ആയിരിക്കാം, പക്ഷേ ഇതിൽ ഫാമിലിയിലുള്ള അൺനെസറി എക്സ്പെൻസൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതുപോലെ സ്റ്റുഡൻസിനൊക്കെ ആണെന്നൊരിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും അല്ലെന്നൊരു കാര്യങ്ങളിൽ നല്ല ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല മാർക്കും അല്ല പഠിക്കാനോ എടുക്കാനോ മാനസികമായിട്ടുള്ള നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനോ എടുക്കാനോ നല്ല പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ എടുക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഒരു രാശിക്കാരുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലക്കി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല അത് മൂണാണ്. മൂണിൻ്റെ അവിടെ പറഞ്ഞായിരുന്നു മൂണാണ് ഭരിക്കുന്നത്. അതുപോലെ ഇവരുടെ കളറെന്ന് പറഞ്ഞാൽ വൈറ്റ്, സിൽവർ ഇങ്ങനെയൊക്കെ ഉള്ള കളറ് ആണ് അനുകൂലമായിട്ടുള്ള ഇത്. ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുടന്തരെ അല്ലെന്നൊരു പാവങ്ങൾക്ക് അല്ലെന്നൊരു അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ അല്ലെന്നൊരു ലോഡ് ശിവ അങ്ങനെയുള്ള ശിവനോ അങ്ങനെ അല്ലെന്നൊരു അത് പാല് ദാനം ചെയ്യുക, അല്ലെന്നൊരു പാല് ഈ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മുടന്തരെ ഇങ്ങനെയുള്ള ദരിദ്രരായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക്, പാവങ്ങൾക്ക് പാല് ദാനം ചെയ്യുക, അതുപോലെ തൈര് ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിട്ടുള്ള അവർക്ക് ഉയർച്ച കൊണ്ടുവരും ജീവിതത്തിൽ. പ്രത്യേകിച്ച് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർക്ക് ജ്യോതിഷത്തിൽ പോലും അസ്ട്രോളജി പോലും വിശ്വാസമില്ലാതെ ഇരിക്കുന്നു. കാരണമെന്ന് പറഞ്ഞാൽ പൂജ, വഴിപാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 10,000-50,000 1,00,000 രൂപ ഒക്കെ വാങ്ങിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിലവിലുണ്ട്. കാരണം ഒരു അന്ധവിശ്വാസമുണ്ട്, കുറച്ച് ദുരാചാരമുണ്ട് ഈ സൊസൈറ്റിയിൽ. പക്ഷേ ഇതൊരു സയൻസ് ആണെന്ന് മനസ്സിലാക്കുക. 10,000-ത്തിൽ കൂടുതൽ വർഷം പഴക്കമുള്ള സയൻസാണ്. കാരണം നമ്മുടെ നാസ പോലും വന്നിട്ട് 200 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പം അതിനും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത്ര ഗ്രഹങ്ങളുണ്ടെന്നും ഈ നവഗ്രഹങ്ങളെയും പിന്നെ അതേമാതിരിയുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസും അല്ലെന്നൊരു ഭൂമിയിൽ നിന്ന് സൂര്യനോട്ട് ചന്ദ്രനും ചന്ദ്രനോട്ട് ഭൂമിയിലോട്ട് ഉള്ള ദൂരം 108 ടൈംസ് ഓഫ് ദ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് എന്ന് വരെ കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എനർജി പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സയൻസാണ്. അപ്പോൾ ഈ ഒരു സയൻസിനകത്ത് സത്യമുണ്ട്. അപ്പോൾ ഓരോ പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇതിനൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, 1 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ശനി എന്ന് പറഞ്ഞ ശനിയുടെ ഒരു വീഡിയോ. അതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കടലിൽ പൊട്ടിത്തെറി ഉണ്ടാകും, തീപിടുത്തം ഉണ്ടാകും. കാരണം രാഹുവും ശനിയുടെ ഒക്കെ ഒരു കൺജക്ഷൻ പോയിന്റ് അങ്ങനെയൊക്കെയുള്ള പല കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ കടലിൽ ഒരുപാട് തീപിടുത്തം ഉണ്ടാകും, കപ്പൽ മറിയും, എണ്ണയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കപ്പൽ എണ്ണയ്ക്ക് തീപിടിക്കുക. അങ്ങനെ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി നോക്കുക, കേൾക്കുക.
അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് കടലിന് മീൻസ് ഒന്നിന് പുറകെ ഒന്നെന്ന് പറഞ്ഞ രീതി കുറേ കപ്പലിന് ഇങ്ങനെ തീപിടുത്തവും എണ്ണയുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അപ്പം ഈ ഒരു എനർജി എത്രമാത്രം കൃത്യമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പോൾ ഒരു തന്ത്രിയുടേതായിട്ടുള്ള ഒരു കേസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എണ്ണപ്പെട്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇതൊരു സയൻസാണ്. ഇങ്ങനൊരു സയൻസിനെ ചില ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. ചില ആൾക്കാർ കുറേ കാവി വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് കുറിയൊക്കെ തൊട്ട്, അതല്ല, ഇതൊരു സയൻസ് എന്ന് പറഞ്ഞാൽ ഏത് മതക്കാർക്ക് ഏത് ജാതിക്കാർക്ക് പഠിച്ചിട്ട് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കഥയാണ്. കാരണം ഇത് ഇന്ത്യ മാത്രമല്ല, വിദേശത്തും ഉണ്ട്. ഞാൻ വെസ്റ്റേൺ ഓൾറെഡി പഠിച്ചാണ്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് നല്ല സോഫ്റ്റ്വെയർ വരെ ഉണ്ട്. സോളാർ ഫയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഓരോ കാര്യങ്ങളും അപ്പോൾ നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ജനിച്ച സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷനും നമ്മുടെ ആ പ്ലാനറ്ററി പൊസിഷൻ്റെ ഗോചാരത്തിലും പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ട്രാൻസിഷനും പ്രൊപ്പോർഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ എന്ന് വരില്ല, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി എന്ന്. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയാണ്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സപ്പോസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ കിഡ്നിക്ക് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം കിഡ്നിക്ക് ഇപ്പം ചില ആൾക്കാർക്ക് മെഡിക്കൽ അസ്ട്രോളജി നമ്മൾ നോക്കുമ്പോൾ അസുഖം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു 20 ഇയേഴ്സ് ഉള്ളൊരു കുട്ടിയെ നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ 20 വയസ്സായപ്പോൾ നിനക്ക് ഇന്ന സമയമാകുമ്പോൾ നിനക്ക് ഇത് കിഡ്നിക്ക് അസുഖം വരുമെന്ന്? അങ്ങനെയല്ല. പ്ലാനറ്ററി പൊസിഷൻ മാറുക, പിന്നെ കൺജഷൻ പോയിൻ്റ് എന്നൊക്കെ ഉണ്ട്. ദശാഭുക്തി, അന്തർഭുക്തി, അങ്ങനെ പല രീതിയിലുള്ള പല സയൻസിനകത്ത് പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല രീതിയിലുള്ള സയൻസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തെല്ലാം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് സത്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പഞ്ചവക്ഷി ശാസ്ത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേ അല്ലെന്നൊരു ഇന്ന് പോലും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിന് പാസ്സാകുമോ, ഇൻ്റർവ്യൂവിന് സക്സസ് ആകുമോ എന്ന് നമുക്കറിയാനൊക്കെ ഉള്ള വരെ ടെക്നോളജി ഇവിടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. പറയാൻ കാരണം, നിങ്ങൾ ഈ ഒരു തന്ത്രിയുടെ ഒരു വിഷയം വന്ന് അതിനുപരി ഒന്ന് മനസ്സിലാക്കേണ്ട, നമുക്ക് ഇതിനകത്തൊരു 50% നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് 50% നിങ്ങൾ കണക്ക് കൂട്ടുക. ബാക്കി പിന്നെയുമുണ്ട് നമുക്ക് വാസ്തുപരമായിട്ടുള്ള ന്യൂമറോളജി ആയിട്ടുണ്ട്. പിന്നെ വേറെ മനസ്സിലാക്കേണ്ട സെൽഫ് എഫോർട്ട്. നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളെ തേടി വരികയില്ല. അപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം ആ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും ഇംപ്ലിമെൻറ്റ് പ്രയോറിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെയാണ് 25%. അപ്പോൾ 50% ബർത്ത് ചാർട്ടിൽ 25% ഹാർഡ് വർക്കും പിന്നെയും 25% കിടക്കുന്നു. ആ 25% എന്ന് പറഞ്ഞാൽ ന്യൂമറോളജിക്കൽ അല്ലെങ്കിൽ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള റെമഡി അല്ലെങ്കിൽ ആ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുപോലെ ന്യൂമറോളജിയുടെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നമ്പേഴ്സ്, ഞാൻ ഒത്തിരി നമ്പേഴ്സിനെ പറ്റി നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബോറാകും, അതൊരു വീഡിയോയിൽ ലോങ് ആയിപ്പോവും. അപ്പോൾ ഇത്രയും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ട, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ പൂജ വഴിപാടെന്നും പറഞ്ഞ് ആർക്കും പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കാണെങ്കിലും ഞാൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിക്കും, അത് മാത്രമേ ഉള്ളൂ. കാരണം വേറൊരു ഇതില്ല, നമ്മൾ റെമഡി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജി പോലും വിശ്വാസം ഇല്ലാതിരിക്കാനായിപ്പോയതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട്, ആൾക്കാരെ ചൂഷണം ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോകുന്ന മാതിരി, ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന് എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ വൈഫിനെ ആദ്യ പിടിപ്പിച്ചിട്ട് അവരെ ഇളക്കിയിട്ട് ഉടനെ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇതിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അല്ല ആൻജിയോഗ്രാം ചെയ്യണം, അല്ലെന്നൊരു ഇത് ചെയ്തില്ലെന്നൊരു ഉടനെ ഇന്ന പ്രശ്നം. ആദ്യം ആൻജിയോഗ്രാം ചെയ്യും, എന്നിട്ട് ഇപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാകുമ്പോൾ ഇത്ര ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഇത്ര ഉള്ള ഇതിടണം, ഈ സ്റ്റഡ് ഇടണം, അപ്പോൾ അതിന് 25,000 ഉണ്ട്, 50,000 ഉണ്ട്, ഇതാണ് 1,00,000 എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളല്ലേ ചിലപ്പോൾ 4 ദിവസത്തെ മരിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയുടെ ഒരു രീതിയിലുള്ള ആൾക്കാരെ ഒരു ഇതാക്കുന്നു. അപ്പം ആ ഒരു സമ്പ്രദായം ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. എന്നിട്ട് പൂജാ വഴിപാടെന്നുള്ള ഇതേ സെയിം ഒരു സംഭവമാണ് ഇന്ന് അസ്ട്രോളജി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പൂജാ വഴിപാടെന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരു പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കൺസൾട്ടേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കുക, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ആ ഒരു രീതിയിൽ നോക്കിയിട്ട് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ദക്ഷിണ തന്നാൽ മതിയെന്ന് പറയും. പക്ഷേ ആ ദക്ഷിണയുടെ ബാക്കിയാണ് അവിടെ അതോടെ പോയി. അപ്പം അവിടെ നിന്ന് ബാക്കി ഇത്ര പൂജ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് മാറ്റിത്തരാം, ഇന്ന ഹോമം, അങ്ങനെ 25,000, 50,000, 1,00,000, 5,00,000 വരെ വാങ്ങിച്ചേക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. പിന്നെ
നമ്മളാ ഇതായിട്ട് പറഞ്ഞിട്ട് ആൾക്കാരുടെയായിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, ബേസിക്കായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും എടുക്കാനോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.